സ്വാതന്ത്ര്യവും സ്വസ്ഥതയുമുണ്ടായിരുന്ന ഏദനിലേക്ക് ശത്രുവാകുന്ന പിശാച് പ്രവേശിക്കാതിരിക്കുവാൻ ദൈവം മഹത്വത്തിൻ്റെ വസ്ത്രമണിയിപ്പിച്ച് ആദമിനെ കാവൽ നിർത്തിയെങ്കിലും ദൗത്യത്തിൽ പരാജയപ്പെട്ട ആദാം ഏദനിൽ നിന്നും പുറത്താകുന്നു. ഉൽപ്പത്തി 2-3 അധ്യായങ്ങൾ. രണ്ടാമത്തെ ആദമായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായി ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിൽ വസിക്കുവാൻ നാം ശുദ്ധിയുള്ള ആലയമായി ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തിന് കാവൽ നിൽക്കുവാനാണ് വിശുദ്ധ മത്തായി 19:17-19 വരെയുള്ള തിരുവചനങ്ങളിലെ 6 കൽപ്പനകളിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അതായത്, ആദമിന് ഏദന് കാവലാക്കിയെങ്കിൽ ആദാമ്യ സന്തതിയായ നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തിൻ്റെ കാവൽക്കാരൻ ആക്കിയിരിക്കുന്നു. ഇതിൽ വിജയിക്കുന്ന ആദാമിൻ്റെ സന്തതികളായ പുതിയ നിയമ വിശ്വാസിക്ക് ആദാം ഏദനിൽ നഷ്ടപ്പെടുത്തിയ സ്വാതന്ത്ര്യവും സ്വസ്ഥതയും ദൈവം നൽകിത്തരും. മറിച്ച് പരാജയപ്പെട്ടാൽ ആദം ഏദനിൽ നിന്നും പുറത്തായതുപോലെ വിശുദ്ധമായിരിക്കേണ്ട ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരം കാക്കാതെ അതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. 1 കൊരിന്ത്യർ 3:16-17. അതാണ് നിത്യനരകം. നീതീകരിക്കപ്പെട്ട വിശ്വാസിയെ നിത്യജീവൻ വേണോ നിത്യനരകം വേണോ എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. സാത്താനാകുന്ന ശത്രു നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ പ്രവേശിക്കുവാതിരിക്കുവാൻ ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ഇന്ദ്രിയങ്ങളുടെ കാവൽക്കാരനും ആദമിന് ഏദനിലെ വേല ഏൽപ്പിച്ചതുപോലെ പുതിയ നിയമവിശ്വാസി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷകനും ആയിത്തീരണം. അതെ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് പൗലോസ് ശ്ലീഹായിലൂടെ ഗലാത്യ സഭയിലൂടെ പറഞ്ഞതുപോലെ ക്രിസ്തു ഇന്ന് നമ്മോടും പറയുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.